8 ബില്യൺ ആളുകളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഈ 8 ബില്യൺ ആളുകളുടെ ഇടയിൽ നിന്നും നിങ്ങൾക്കൊരു റയർ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റയർ ഐഡിയ കിട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ റോങ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 8 ബില്യൺ ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു റയറസ്റ്റ് ഐഡിയ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാൻസ് 0.0001% മാത്രമാണ്. നമ്മൾക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർബക്സ് എന്ന് പറയുന്നത് ഒരു $1 ബില്യൺ കമ്പനിയാണ്. ആക്ച്വലി സ്റ്റാർബക്സ് എന്താണ് ചെയ്യുന്നത്? സ്റ്റാർബക്സ് അവരുടെ കോഫിയാണ് സെല് ചെയ്യുന്നത്. പ്രീമിയം ലെവലിൽ കോഫിയാണ് സെല് ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റാർബക്സ് ആണോ ഈ ലോകത്ത് ആദ്യമായിട്ട് കോഫി കണ്ടുപിടിച്ചത്? ഒരിക്കലുമല്ല. സ്റ്റാർബക്സ് നോക്കിയപ്പോൾ കോഫി അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് അവർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഏറ്റവും നല്ല പ്രീമിയം ലെവലിൽ ആ കോഫി അവർ സെല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റാർബക്സ് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടായി. സ്റ്റാർബക്സ് ഒരു $1 ബില്യൺ കമ്പനിയായി മാറി. അപ്പൊ ഇതേപോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പൊ നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കാര്യമായിട്ട്, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഐഡിയാസിലേക്ക് നോക്കിയിട്ട്, ഈ ഐഡിയ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളടുത്ത് ചിലപ്പം ഐഡിയ ഉണ്ടാവും, ആ ഐഡിയ നിങ്ങളത് മാത്രമാണെന്നുള്ളത്. ചിലപ്പോൾ ആ സെയിം ഐഡിയാസ് ഉള്ള വേറെ പലരും ഉണ്ടാവും, വേറെ പലരും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി ഈ ലോകത്തുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്നൊരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ആസ് ഐ സെഡ് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ലോകത്തെ ഏത് ബിസിനസ് ചെയ്യുന്നതാണെന്ന്, ഇപ്പൊ ഫേസ്ബുക്ക്, മാർക്ക് സക്കർബർഗിന് മുമ്പും ഇതേപോലെ തന്നെ ഒരു നെറ്റ്വർക്കിംഗ് രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ വന്നിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മാർക്ക് സക്കർബർഗിനെ, അതായത് ഫേസ്ബുക്കിനെ വ്യത്യസ്തമാക്കിയത് എക്സിക്യൂഷനാണ്. അവർ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഡോളറിന്റെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് മാറി. ഇപ്പൊ ലോകത്തിലെ ഏത് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെ അവർ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട്, കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് അവിടെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് അവരൊരു $1 ബില്യൺ കമ്പനിയുടെ ഒരു ബിസിനസ് എല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ പല ഐഡിയകളും ഉണ്ടാവും. ആ ഐഡിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായിട്ട് ഓൾറെഡി ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവും. അപ്പോൾ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഐഡിയ ഓൾറെഡി അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ പോലും ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ ആയിരിക്കും കോമ്പറ്റേറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ബെസ്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അവിടെയാണ് ആക്ച്വലി ഒരു ബിസിനസ് ഉണ്ടാവുന്നത്. എന്നാൽ ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യണം. മാനുഫാക്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അവിടെ നിങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ നോളജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ടൈം ഒരിക്കലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറൻസിയാണ്, ഒരു കമ്മോഡിറ്റിയാണ്. അപ്പോൾ ആ ടൈം എന്നുള്ളൊരു സംഗതിയെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ 2024 എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം കഴിയാറായി. ഒരു 2024 സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് പല ഗോളും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. പലരും അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആളുകളും അതിൽ ചിലപ്പം ഒരു 90% ഗോൾസും അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ നോളജിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ടൈം നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബ്രെയിന് നിങ്ങൾക്ക് തരുള്ളൂ. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രെയിൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങളെ ബ്രെയിൻ ഓൾറെഡി അറിയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു ലൈഫ് ലോങ് വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡിയക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ലോകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഐഡിയ എടുക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇന്നോവേറ്റീവ് ആയിട്ട്, ഞാൻ പറയുന്നത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, ആ ഒരു പെർട്ടിക്കുലർ ഐഡിയ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അതുപോലെ ചോയ്സസ്, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ഡിസിഷൻസ് നമുക്ക് നല്ല രീതിയിൽ എടുക്കണം എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മളെടുത്ത് നമ്മുടെ തലച്ചോറിന് നല്ല രീതിയിലുള്ള ഡാറ്റ വേണം. ആ ഡാറ്റ കിട്ടുന്നത് ആസ് ഐ സെഡ് നമുക്ക് ത്രൂ എഡ്യൂക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഒരു കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇനി ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഞാൻ എല്ലാം പഠിച്ചെന്ന് വിചാരിക്കാതെ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എടുത്തിട്ട് മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ചോയ്സസ്, നിങ്ങളുടെ കറന്റ് ലൈഫിലെ ഒരു സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ എടുത്ത ഒരുപാട് ചോയ്സസിന്റെ പുറത്താണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു കറന്റ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ചോയ്സിന്റെ പുറത്തായിരിക്കില്ല, ചിലപ്പോൾ 2 ചോയ്സിന്റെ പുറത്തായിരിക്കില്ല, ഒരുപാട് മില്യൺസ് ഓഫ് ചോയ്സ് നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമാണ് ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾക്ക് നന്നാക്കണം എന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ, നിങ്ങളെ ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം, അതെല്ലാം നമുക്ക് ഒരുപാട് നല്ല പോഡ്കാസ്റ്റുകൾ ഉണ്ട്, അത് നോക്കിയിട്ട് അത് കേട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ത്രൂ റീഡിങ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ChatGPT ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ChatGPT നിങ്ങൾക്ക് അതിന്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിരും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ ഒരു പ്രോപ്പർ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് വരെ ChatGPT നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ഈ രീതിയിലൊക്കെ വേൾഡ് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നോളജ് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ എക്സിക്യൂഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്, നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് മാറ്റേണ്ടത് ഐഡിയ കിട്ടും, നല്ലൊരു ഐഡിയ കിട്ടിയതിന് ശേഷം ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം എന്നല്ലാതെ ഈ കയ്യിലുള്ള ഒരു ഐഡിയ എങ്ങനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.